ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇപ്പോൾ റീസെൻ്റ്ലി യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം പബ്ലിഷ് ചെയ്തിട്ടുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൻ്റെ റാങ്കിങ്ങിനകത്ത് നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് 2021 കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു റാങ്കും കൂടി ബെറ്റർ ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. 2021 135 ആയിരുന്നത് 2022 റാങ്കിങ് അനുസരിച്ച് 134 മാറിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 4 അവരൊരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ന്യൂസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിനെ കുറിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ആരാണ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇത് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പം നിലവിലെ അവസ്ഥയിൽ, അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് 2022 റിപ്പോർട്ടാണ്. അപ്പോൾ അതനുസരിച്ച് ഇന്ത്യയുടെ റാങ്കിങ് 134. അതിന് മുമ്പത്തെ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു റാങ്ക് ഇന്ത്യ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. 193 രാജ്യങ്ങളെയാണ് ഇതിനകത്ത് UNDP റാങ്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഇന്ത്യയുടെ സൗത്ത് ഏഷ്യയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ നെയ്ബറിങ് കൺട്രീസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യയുടെ റാങ്കിങ് അത്ര നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയുടെ തൊട്ടടുത്ത നെയ്ബറായിട്ടുള്ള ചൈനയുടെ റാങ്ക് 75 ആണ്. അതുപോലെ തന്നെ ശ്രീലങ്കയുടെ റാങ്ക് എന്ന് പറയുന്നത് 78 ആണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് കാറ്റഗറി പെടുന്ന അല്ലെങ്കിൽ ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് കാറ്റഗറി പെടുന്ന രാജ്യങ്ങളാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഈവൻ ഭൂട്ടാൻ, അതുപോലെ തന്നെ ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങൾ പോലും ഇന്ത്യയെക്കാട്ടിലും ബെറ്റർ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിനകത്ത് ഒന്നാമത് വന്നേക്കുന്നത് സ്വിറ്റ്സർലാൻഡാണ്. ഓക്കെ, ഇനി എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അതെങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് ബേസിക്കലി മനുഷ്യരുടെ ജീവിത നിലവാരം അളക്കുന്ന ഒരു ഇൻഡെക്സ് ആണ്. അതായത് ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഒരു പ്രധാനമായിട്ടും 4 ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ് ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് കണക്കാക്കുന്നത്. ഒന്ന് ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത് ആണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് എക്സ്പെക്റ്റഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിങ്, മൂന്നാമതായിട്ട് മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിങ്. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നോക്കുന്നത്. പിന്നെ അത് കൂടാതെ നാലാമതായിട്ട് പറയുന്നത് ഗ്രോസ് നാഷണൽ ഇൻകം ആണ്. ഈ 4 ക്രൈറ്റീരിയാസ് ആണ് പ്രധാനമായിട്ടും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് കണക്കാക്കാൻ വേണ്ടി നോക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് കോൺഫ്ലിക്റ്റ് ഇൻ ഈസ്റ്റേൺ കോങ്കോ ആണ്. അപ്പോൾ ഈസ്റ്റേൺ കോങ്കോയിൽ വർഷങ്ങളായിട്ട് ഏകദേശം 1990 തൊട്ടേ ആരംഭിച്ചിട്ടുള്ള ഒരു എത്നിക് കോൺഫ്ലിക്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു കോൺഫ്ലിക്റ്റ് ഇപ്പോൾ വീണ്ടും ഫ്ലെയർ അപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 90 തൊട്ടുള്ള ഒരു കണക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഏകദേശം 60 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 1990 അവസാനത്തിൽ ഇതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അന്ന് ഇത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ആഫ്രിക്കാസ് വേൾഡ് വാർ എന്നാണ്. അത്രയധികം റിബൽ ഫോഴ്സസ് അല്ലെങ്കിൽ അത്രയധികം കോമ്പീറ്റിംഗ് പാർട്ടീസ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഈസ്റ്റേൺ കോങ്കോയിലുള്ള അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ഈസ്റ്റേൺ പാർട്ടിലുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഏകദേശം 120 കൂടുതൽ സെപ്പറേറ്റ് മിലിറ്റന്റ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ മിലീഷ്യാസ് ഇതിനകത്ത് ഇൻവോൾവ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 12 ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഈസ്റ്റേൺ കോങ്കോയിലുള്ള അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് നമ്മൾ വിളിക്കുന്ന DRCയുടെ ഈസ്റ്റേൺ പോർഷനിൽ നടക്കുന്ന ഈ കോൺഫ്ലിക്റ്റിന്റെ ഒരു ജെനസിസ് അല്ലെങ്കിൽ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ശരിക്കും 1990 തുടക്കത്തിൽ നടന്നിട്ടുള്ള റുവാണ്ടൻ ജനസൈഡിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതായത് റുവാണ്ടൻ ജനസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി കോങ്കോയുടെ അയൽരാജ്യമായിട്ടുള്ള റുവാണ്ടയിൽ പ്രധാനമായിട്ടും 2 എത്നിക് കമ്മ്യൂണിറ്റീസ് ആണുള്ളത്. ഒന്ന് ഹുഡു എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, രണ്ടാമതായിട്ട് ടുത്സി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഉണ്ട്. സോ അപ്പോൾ ഈ റുവാണ്ടൻ ജനസൈഡിന്റെ സമയത്ത് സംഭവിക്കുന്നത് റുവാണ്ടയിലെ ഏകദേശം 80% കൂടുതൽ വരുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഹുഡു എത്നിസിറ്റി പെടുന്ന ആളുകളാണ്. ഇവർ ഈ ടുട്സീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് നടത്തിയ ജനസൈഡ് ആണ് അല്ലെങ്കിൽ എത്നിക് ക്ലൻസിങ് ആണ് ഈ റുവാണ്ടൻ ജനസൈഡ് എന്ന് അറിയപ്പെടുന്നത്. പക്ഷേ ഈ എത്നിക് ക്ലൻസിങ് ഏകദേശം 100 ദിവസത്തിനകത്ത് 8 ലക്ഷത്തോളം ടുട്സി വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരും ഹുഡു ലിബറൽ ഈ പറയുന്ന കുറച്ച് ലിബറൽ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന ഹുഡൂസുമാണ് ഈ ഒരു ജനസൈഡിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം ആഫ്രിക്കൻ യൂണിയൻ്റെ ഒക്കെ അല്ലെങ്കിൽ ആ സമയത്ത് ആഫ്രിക്കയിലെ ചില രാജ്യങ്ങൾക്ക് ഇതിനകത്ത് മിലിറ്ററിലി ഇൻവോൾവ് ചെയ്യുകയും ഈ ഹുഡു എത്നിക് കമ്മ്യൂണിറ്റിയുടെ കയ്യിൽ നിന്ന് ഭരണം ടുട്സീസ് പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. സോ അപ്പോൾ അതോട് കൂടിയിട്ട് ഈ ടുട്സീസിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രത്യാക്രമണം പേടിച്ചിട്ട് ഈ എത്നിക് ക്ലൻസിങ്ങിനകത്ത് അല്ലെങ്കിൽ ഈ ജനസൈഡിനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ അയൽരാജ്യമായിട്ടുള്ള, അതായത് ഇതേപോലെ അത്യാവശ്യം സൈസബിൾ ആയിട്ടുള്ള ഹുഡു പോപ്പുലേഷനുള്ള അയൽരാജ്യമായിട്ടുള്ള കോങ്കോയിലേക്ക്, അന്ന് സൈർ എന്നാണ് കോങ്കോ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്, ഈ സൈറിലേക്ക് റെഫ്യൂജീസ് ആയിട്ട് പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് അവർ വീണ്ടും റിയാം ചെയ്യുകയും തിരിച്ച് ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് റുവാണ്ടയിലെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ ഒരു പ്രത്യാക്രമണം എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ എന്നുള്ള രീതിയിൽ ഈ ടുട്സീസും
അവരെ സപ്പോർട്ട് ചെയ്യുന്ന ചില എത്നിക് ഗ്രൂപ്പ്സിന്റെ സഹായത്തോടു കൂടിയിട്ട് സൈറിൽ ഇവർക്കെതിരായിട്ട് ആക്രമണം നടത്തുകയും പിന്നീട് അവസാനം ഈ ടുട്സീസ് സപ്പോർട്ട് ചെയ്യുന്ന റിബൽ ഫോഴ്സസ് ഈ സൈറിലെ തന്നെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അവർ അധികാരം പിടിച്ചെടുത്തതിന് ശേഷമാണ് സൈറിന്റെ പേര് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ എന്നാക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ തുടങ്ങിയിട്ടുള്ള ഈ കോൺഫ്ലിക്റ്റ് പിന്നീട് മറ്റ് ഒരുപാട് റിബൽസ് ഇതിനകത്ത് ഇടപെടുകയും അങ്ങനെ ഇത് പിന്നീട് കാലം കഴിയുന്നതോടും വളരുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇത്തരത്തിൽ ഈ കോങ്കോയിലെ ഈസ്റ്റേൺ പ്രൊവിൻസിലുള്ള ഈ ഒരു ഈസ്റ്റേൺ പാർട്ടിലുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റിനകത്ത് 2 യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് 1994 രണ്ടാമത് 1998 സോ ഇപ്പൊ നടക്കുന്ന ഈ ഒരു ഫൈറ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും 98 ആ യുദ്ധത്തിന്റെ 98 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ യുദ്ധത്തിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതിനെയാണ് സെക്കൻഡ് കോങ്കോ വാർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 120ഓളം ഡിഫറെന്റ് ആംഡ് ഗ്രൂപ്പുകൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പൊ ഈ യുദ്ധം പ്രധാനമായിട്ടും നടക്കുന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ഈസ്റ്റേൺ സൈഡിൽ കിടക്കുന്ന നോർത്ത് കിവു അതുപോലെ തന്നെ സൗത്ത് കിവു പ്രൊവിൻസസിലാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിനകത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ആംഡ് കോൺഫ്ലിക്റ്റിനകത്ത് ഇടപെട്ടിട്ടുള്ള 120ഓളം വരുന്ന ആംഡ് ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റിംഗ് പാർട്ടീസ് എന്ന് പറയുന്നത് ഒന്ന് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ഗവൺമെന്റ് ഫോഴ്സസും അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഈ റുവാണ്ടൻ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു M23 മൂവ്മെന്റ് എന്ന് പറയുന്ന റിബൽ ഗ്രൂപ്പ് ഉണ്ട്. മാർച്ച് 23 മൂവ്മെന്റ് എന്നാണ് ഇവരുടെ പേര്. അതാണ് ചുരുക്കിയിട്ട് M23 എന്ന് പറയുന്നത്. കാരണം ഈ മാർച്ച് 23 എന്ന് പറയുന്നത് ഈ സെക്കൻഡ് കോങ്കോ വാർ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 2009 ഒരു പീസ് അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നുണ്ട്. അത് സൈൻ ചെയ്ത ഡേറ്റ് ആണ് മാർച്ച് 23 എന്ന് പറയുന്നത്. സോ അപ്പോൾ മാർച്ച് 23 മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന റുവാണ്ടൻ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള റിബൽ ഫോഴ്സും DRCയുടെ പട്ടാളമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് യൂറേഷ്യൻ എക്കണോമിക് യൂണിയൻ ആണ്. സോ ഇപ്പോൾ യൂറേഷ്യൻ എക്കണോമിക് യൂണിയനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇന്ത്യ ഈ യൂറേഷ്യൻ എക്കണോമിക് യൂണിയനുമായിട്ട് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ തുടങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 16 അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ എന്താണ് യൂറേഷ്യൻ എക്കണോമിക് യൂണിയൻ എന്നറിഞ്ഞിരിക്കുക. സോ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ യൂറേഷ്യൻ റീജിയനിലുള്ള അല്ലെങ്കിൽ പഴയ സോവിയറ്റ് യൂണിയന്റെ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസിലോ സോവിയറ്റ് യൂണിയന്റെ ഭാഗമൊക്കെ ആയിരുന്ന പ്രദേശങ്ങളിലുള്ള രാജ്യങ്ങളുടെ ഒരു എക്കണോമിക് യൂണിയനാണ് യൂറേഷ്യൻ എക്കണോമിക് യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 2015 നിലവിൽ വരുന്നത്. സോ ഇതൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ റീജിയണൽ എക്കണോമിക് ഇന്റഗ്രേഷൻ ആണെന്ന് മനസ്സിലാക്കുക. ആ പ്രദേശങ്ങളിലുള്ള രാജ്യങ്ങളെ എക്കണോമിക്കലി ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണെന്ന് മനസ്സിലാക്കുക. സോ ഇവർക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ മാർക്കറ്റും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന യൂറേഷ്യൻ എക്കണോമിക് യൂണിയനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് പഴയ സോവിയറ്റ് റിപ്പബ്ലിക്കുകളായിട്ടുള്ള അർമേനിയ, ബെലാറസ്, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, റഷ്യ എന്നിവയാണ്. ഇത് കൂടാതെ ക്യൂബ, മൊൾദോവ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഇതിനകത്ത് ഒബ്സർവേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ നിരീക്ഷകാംഗങ്ങളായിട്ടും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റിയാണ്. അപ്പോൾ ഈ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റിയെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യയിലെ ഡ്രഗ്സ് ആൻഡ് മെഡിക്കൽ ഡിവൈസസിന്റെ പ്രൈസിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒരു ഫ്രെയിം വർക്ക് റിഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കമ്മിറ്റി ഈ പറയുന്ന NPPA റിഫോംസിനെ കുറിച്ചും ചില കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 16 ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിന് ഈ പറയുന്ന NPPA അല്ലെങ്കിൽ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റൽ ഏജൻസി ആണെന്ന് മനസ്സിലാക്കുക. ഇതൊരു ഗവൺമെന്റൽ റെഗുലേറ്ററി ഏജൻസിയാണ്. ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സിന്റെ പ്രൈസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബാധ്യതയുള്ള അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കാര്യം ചെയ്യുന്ന ഒരു നാഷണൽ ലെവലിൽ വരുന്ന ഗവൺമെന്റ് റെഗുലേറ്ററി ഏജൻസിയാണ് നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്. സോ ഇത് ഈ പറയുന്ന NPPA എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് 1997 ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റെസൊല്യൂഷന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്ന സമയത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ കീഴിൽ, അതായത് മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സിന്റെ കീഴിലാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ് വരുന്നത്. ആ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ കീഴിലുള്ള ഒരു അറ്റാച്ച്ഡ് ഓഫീസായിട്ടാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ പർപ്പസ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ഇന്ത്യയിലുള്ള ഡ്രഗ്സിന്റെ പ്രൈസിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ജനങ്ങൾക്ക് ആക്സസബിൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ മെഡിസിൻസ് ഒക്കെ ഒരു അഫോർഡബിൾ പ്രൈസിന് അവൈലബിൾ ആണെന്നുള്ളത് എൻഷുർ ചെയ്യലാണ് ഇവരുടെ ജോലി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള റെഗുലേറ്റർ ആണ് ഈ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി എന്നറിഞ്ഞിരിക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇൻഡോ പസഫിക് എക്കണോമിക് ഫ്രെയിംവർക്ക് ഫോർ പ്രോസ്പിരിറ്റി ആണ്. സോ ഇൻഡോ പസഫിക് എക്കണോമിക് ഫ്രെയിംവർക്ക് ഫോർ പ്രോസ്പിരിറ്റി എന്ന് പറയുന്നത്
ബേസിക്കലി 2022 USA നേതൃത്വത്തിൽ USA ചില സൗഹൃദ രാജ്യങ്ങളും കൂടി ചേർന്നിട്ട് ഇൻഡോ പസഫിക് റീജിയനിലുള്ള ചില സൗഹൃദ രാജ്യങ്ങളും USA കൂടി ചേർന്നിട്ട് 2022 ടോക്കിയോയിൽ വെച്ച് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് ഈ ഇൻഡോ പസഫിക് എക്കണോമിക് ഫ്രെയിംവർക്ക് ഫോർ പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ IPEF എന്ന് പറയുന്നത്. സോ നിലവിൽ ഇതിനകത്ത് 14 പാർട്ട്ണർ കൺട്രീസ് ആണുള്ളത്. അതായത് ഓസ്ട്രേലിയ, ബ്രൂണെ, ഫിജി, ഇന്ത്യ, ഇന്തോനേഷ്യ, ജപ്പാൻ, റിപ്പബ്ലിക് ഓഫ് കൊറിയ അല്ലെങ്കിൽ സൗത്ത് കൊറിയ, മലേഷ്യ, ന്യൂസിലാൻഡ്, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലൻഡ്, വിയറ്റ്നാം, USA എന്നീ 14 രാജ്യങ്ങളാണ് നിലവിൽ ഇതിനകത്ത് അംഗങ്ങളായിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ പർപ്പസ് എന്ന് പറയുന്നത് ഈ രാജ്യങ്ങൾക്കിടയിലുള്ള എക്കണോമിക് ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ എക്കണോമിക് എൻഗേജ്മെൻറ്റിനെ ശക്തിപ്പെടുത്തുക അല്ലെങ്കിൽ എക്കണോമിക് എൻഗേജ്മെൻറ്റിനെ സ്ട്രെങ്തൻ ചെയ്യുക. അതുപോലെ തന്നെ ഇതിലൂടെ ഇവരുടെയൊക്കെ ഗ്രോത്ത് അല്ലെങ്കിൽ ഇവരുടെ വികസനം, അതുപോലെ തന്നെ പീസ്, പ്രോസ്പെരിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ റീജിയൻ്റെ ഗ്രോത്ത്, പീസ്, പ്രോസ്പെരിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ അഡ്വാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ ഒരു ഫ്രെയിം വർക്ക് ബേസിക്കലി ഒരു 4 പില്ലേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 4 പില്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പില്ലർ 1 എന്ന് പറയുന്നത് ട്രേഡ് ആണ്, രണ്ടാമതായിട്ട് പറയുന്നത് സപ്ലൈ ചെയിൻ ആണ്, മൂന്നാമത്തത് ക്ലീൻ എക്കണോമിയാണ്, നാലാമത്തത് ഫെയർ എക്കണോമിയാണ്. അപ്പോൾ ഇതിനകത്ത് ഇന്ത്യ ഈ പില്ലർ 2ലും 4ലും അതായത് സപ്ലൈ ചെയിൻ്റെ പില്ലറിലും ഫെയർ എക്കണോമി പില്ലറിനകത്തും ഇന്ത്യ പാർട്ട്ണറാണ് അല്ലെങ്കിൽ ഇന്ത്യ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പില്ലർ 1-നകത്ത് ട്രേഡിനകത്ത് ഇന്ത്യ ഒരു ഒബ്സേർവർ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, പില്ലർ 3-കകത്ത് ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്നും അറിഞ്ഞിരിക്കുക. സോ ഇതാണ് ഇൻഡോ പസഫിക് എക്കണോമിക് ഫ്രെയിംവർക്ക് ഫോർ പ്രോസ്പെരിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് സൈമൾട്ടേനിയസ് ഇലക്ഷനെ കുറിച്ചാണ്. സോ ഈ സൈമൾട്ടേനിയസ് ഇലക്ഷനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഇപ്പോൾ നമ്മൾ ഈ 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇതിനു മുമ്പും ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇന്ത്യയിലെ ഇന്ത്യൻ പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭ, ഇന്ത്യയിലുള്ള ലോക്കൽ ബോഡീസ് ഈ 3 ലെവലിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നുള്ളതാണ് ഈ 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്ന പ്രപ്പോസലിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതിനു മുമ്പ് ഒരുപാട് ലോ കമ്മീഷൻ്റെ ഉൾപ്പെടെയുള്ള റിപ്പോർട്ട്, പാർലമെൻ്ററി കൺസൾട്ടൻസി കമ്മിറ്റീസിൻ്റെ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ഒരു പ്രപ്പോസലിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മുൻ പ്രസിഡന്റ് ആയിരുന്ന രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിൽ ഒരു ഹൈ ലെവൽ കമ്മിറ്റിയെ ഗവൺമെൻറ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമ്മിറ്റി ഇന്നലെ ഗവൺമെൻറ്റിന് അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് 1 നേഷൻ 1 ഇലക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവരുടെ റിപ്പോർട്ടിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട പ്രപ്പോസൽസ് എന്തൊക്കെയാണ്, അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രപ്പോസലിനകത്ത് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്താണ് 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഇന്ത്യയിൽ നേരിട്ട് ജനങ്ങൾ ഇലക്ഷനിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ നേരിട്ട് ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ച് ഇലക്ട് ചെയ്യപ്പെടുന്ന ബോഡീസ് എന്ന് പറയുന്നത് ലോക്സഭയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസും. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ യൂണിയൻ ടെറിട്ടറീസ്, അതുപോലെ തന്നെ ഇവിടുത്തെ ലോക്കൽ അതോറിറ്റീസ്, അതായത് പഞ്ചായത്ത് രാജ്, മുനിസിപ്പാലിറ്റീസ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഒരേ സമയം ഇലക്ഷൻസ് നടത്തുക എന്നുള്ളതാണ് 1 നേഷൻ 1 ഇലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ റെക്കമെൻഡേഷനകത്ത് ഇവർ പറയുന്നത് ഈ പറയുന്ന 1 നേഷൻ 1 ഇലക്ഷൻ എന്നുള്ളത് 2 സ്റ്റേജ് ആയിട്ട് നടത്തണം എന്നാണ് പറയുന്നത്. അതായത് ലോക്സഭയിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ ഒരുമിച്ച് നടത്തുക, അതിനുശേഷം ഒരു 100 ദിവസങ്ങൾക്ക് ശേഷം ഒരു സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് ഈ പറയുന്ന ഒരു 100 ദിവസത്തിനകത്ത് സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റീസിലേക്കുള്ള ഇലക്ഷൻ നടത്തുക. അത് മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഈ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലെ ഡിഫറെൻറ്റ് ഇലക്ഷൻസിന് ഡിഫറെൻറ്റ് ഇലക്ട്രൽ റോളുകളാണുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വോട്ടർ പട്ടികകളാണുള്ളത്. അപ്പോൾ അതിന് പകരം കോമൺ ആയിട്ടുള്ള വോട്ടർ പട്ടിക യൂസ് ചെയ്യുക എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് പറയുമ്പോൾ ഈസി ആയിട്ട് തോന്നുമെങ്കിലും ഇതിനുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഈ പറയുന്ന ലോക്സഭയുടെ ആണെങ്കിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൻ്റെ ആണെങ്കിലും നോർമൽ ടേന്യൂർ എന്ന് പറയുന്നത് 5 വർഷമാണ്. സോ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 2019 നമ്മുടെ ഇന്ത്യയിൽ ലോക്സഭ നിലവിൽ വന്നു, അതായത് 17ാമത്തെ ലോക്സഭ നിലവിൽ വന്നു. അവരുടെ കാലാവധി 2024 അവസാനിക്കും. ഓക്കെ, അപ്പോൾ ഈ 2024 അവസാനിക്കുന്ന സമയത്ത് 24 പുതിയ ഇലക്ഷൻ നടക്കും. അവരുടെ കാലാവധി 2029 വരെ ആയിരിക്കും. ഓക്കെ, പക്ഷേ ഇത് ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്നത് തുടക്കത്തിൽ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ 2 ജനറൽ ഇലക്ഷൻസ് ഇന്ത്യയിൽ സൈമൾട്ടേനിയസ് ആയിരുന്നു. 1952-ലെയും 1957-ലെയും ഇലക്ഷൻസ് ഒരുമിച്ചാണ് നടക്കുന്നത്. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലും ഈ തൂക്ക് സഭകൾ വരികയോ അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിലൊക്കെ 59-ൽ സംഭവിച്ചതുപോലെ പ്രസിഡൻസ് റൂൾ വരികയൊക്കെ ചെയ്യുന്നത് കാരണം ഈ സംസ്ഥാന നിയമസഭ 5 വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പ് പിരിച്ചുവിടപ്പെടും. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ എന്ത് ചെയ്യും,
പുതിയ ഇലക്ഷൻ ആ സംസ്ഥാന നിയമസഭയിലേക്ക് നടത്തേണ്ടി വരും. അപ്പോൾ പുതിയതായിട്ട് ആ സംസ്ഥാന നിയമസഭയിലേക്ക് ഇലക്ഷൻ നടത്തുന്ന സമയത്ത് അടുത്ത 5 വർഷമായിരിക്കും അവരുടെ ടെന്യൂർ. അപ്പോൾ ലോക്സഭയുടെ ടെന്യൂർ തീരുന്ന സമയത്ത് ഇവരുടേത് തീർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പല സമയത്തായിട്ടും ലോക്സഭാ ഇലക്ഷൻ വേറൊരു സമയത്തായിട്ടൊക്കെ നടക്കുന്ന അവസ്ഥ വന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സൊല്യൂഷൻസും ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ലോക്സഭയിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും ഒരുമിച്ച് ഇലക്ഷൻ നടത്തി എന്ന് വിചാരിക്കുക. പക്ഷേ ലോക്സഭയിലേക്ക് ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹങ് അസംബ്ലി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം കിട്ടാത്ത ഒരു ലോക്സഭ നിലവിൽ വന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ടി വന്നു. അതായത് മന്ത്രിസഭ നോ കോൺഫിഡൻസ് മോഷൻ കാരണമൊക്കെ രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ലോക്സഭയിലേക്ക് വീണ്ടും ഇലക്ഷൻ നടത്തേണ്ടി വരും. അപ്പോൾ ലോക്സഭയ്ക്ക് പിന്നെ അടുത്ത 5 വർഷമാണ് കാലാവധി കിട്ടുക. അപ്പോൾ ഈ പറയുന്ന അടുത്ത ഇലക്ഷൻ ആകുന്ന സമയത്ത് ഈ 1 നേഷൻ 1 ഇലക്ഷൻ പോകും. ഇതേ അവസ്ഥ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിന്റെ കേസിലുണ്ടാവാം. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള വെല്ലുവിളി എന്ന് പറയുന്നത്. ഇനി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിന്റെ കേസിൽ അവിടെ പ്രസിഡൻസ് റൂൾ വന്നത് കാരണമൊക്കെ ലെജിസ്ലേറ്റീവ് അസംബ്ലി പിരിച്ചുവിടപ്പെടാം. അപ്പോൾ അതിനുള്ള ചില സൊല്യൂഷൻസ് ആണ് ഇവരുടെ റെക്കമെൻഡേഷനകത്ത് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഏകദേശം 15ഓളം അമെൻമെന്റുകൾ വരുത്തണം എന്നാണ് ഈ റിപ്പോർട്ടിനകത്ത് അല്ലെങ്കിൽ ഈ റെക്കമെൻഡേഷനകത്ത് അവർ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ഇത് നടപ്പിലാക്കാൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റിപ്പോർട്ടിനകത്ത് പറയുന്ന ഒന്നാമത്തെ കാര്യം, ഇപ്പം നിലവിൽ നമ്മുടെ ഇന്ത്യയിലെ ലോക്സഭയുടെ ടെന്യൂറായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നത് 5 വർഷം എന്നാണ്. അതായത് ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞ് ആദ്യത്തെ സിറ്റിംഗ് തൊട്ട് 5 വർഷം വരെയാണ് ലോക്സഭയുടെ ടെന്യൂർ. ഓക്കെ, അപ്പോൾ ഈ ലോക്സഭയുടെ ടെന്യൂർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ലോക്സഭ വിടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത ലോക്സഭ ഇലക്ഷൻ കഴിയും, അവർക്ക് ഫ്രഷ് ആയിട്ടുള്ള 5 വർഷമാണ് കിട്ടുന്നത്. അപ്പോൾ അതിന് പകരം ഇവർ ഫുൾ ടേം എന്ന് പറയുന്ന ഒരു ടേം ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഫുൾ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭയുടെ ഫുൾ ടേം 5 years ആയിരിക്കും. സോ ഈ 5 yearsുമായിട്ട് സിങ്ക്രണൈസ് ചെയ്യുന്ന രീതിയിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൻ്റെയും ടെന്യൂർ ഫിക്സ് ചെയ്യും. അതായത് ലോക്സഭയുടെ കാലാവധി അവസാനിക്കുമ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൻ്റെയും കാലാവധി നോർമലി 5 വർഷം കഴിയുമ്പോൾ ഒരുമിച്ച് അവസാനിക്കും. ഇനി സപ്പോസ് ഇടക്കാലത്ത് വെച്ച് ലോക്സഭയോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയോ പിരിച്ചുവിടപ്പെട്ട് കഴിഞ്ഞാൽ അതിനകത്തൊരു മിഡ് ടേം ഇലക്ഷൻ നടത്തും. മിഡ് ടേം ഇലക്ഷൻ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ലോക്സഭ 2.5 വർഷം പൂർത്തിയാക്കിയപ്പോൾ ലോക്സഭ പിരിച്ചുവിടപ്പെട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പുതിയ ഒരു ലോക്സഭ ഇലക്ഷൻ നടത്തും. പക്ഷേ ആ പുതിയ ലോക്സഭയുടെ കാലാവധി ദ റിമൈനിങ് 2.5 years ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഇലക്ഷൻസ് സിങ്ക്രണൈസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ പുതിയൊരു മാറ്റം വരുത്താൻ പറയുന്നുണ്ട്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നോക്കുന്നതിന് വേണ്ടിയിട്ട് ആർട്ടിക്കിൾ 82A എന്ന് പറയുന്ന പുതിയൊരു ആർട്ടിക്കിളും കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് അടുത്ത ലോക്സഭ ഇലക്ഷൻ, ഇപ്പോൾ 2024 വരാൻ പോകുന്ന ലോക്സഭ ഇലക്ഷന് ശേഷം ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെ നടപ്പിലാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നടപ്പിലാക്കുന്ന സമയത്ത് ഈ 2024 ലോക്സഭ ഇലക്ഷന് ശേഷം ഇലക്ഷൻ നടക്കുന്ന സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഉണ്ടാവും. അവരുടെ ടെന്യൂർ ഈ 24 നിലവിൽ വരാൻ പോകുന്ന 18ാം ലോക്സഭയുടെ ഫുൾ ടേമിൻ്റെ കൂടെ സിങ്ക്രണൈസ് ചെയ്യണം. അതൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ അടുത്ത നിയമസഭാ ഇലക്ഷൻ വരാൻ പോകുന്നത് 2026 ഇപ്പം നിലവിൽ 2024 ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലോക്സഭയുടെ കാലാവധി 2029 വരെ ആയിരിക്കും. സോ കേരള സംസ്ഥാന നിയമസഭയുടെ കാലാവധിയും 26 നിലവിൽ വരുന്ന സംസ്ഥാന നിയമസഭയുടെ കാലാവധി 5 വർഷം കൊടുക്കുന്നതിന് പകരം 2029 അവസാനിക്കും. അപ്പോൾ അങ്ങനെ അടുത്ത ഇലക്ഷൻ ആകുമ്പോഴേക്കും ഇത് സിങ്ക്രണൈസ് ചെയ്യപ്പെടും. സോ അപ്പോൾ ഈ രീതിയിലുള്ള മാറ്റങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് വരുത്താനാണ് ഇത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഇനി അത് കൂടാതെ ആർട്ടിക്കിൾ 327 ഈ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പാർലമെന്റിന്റെ അധികാരങ്ങൾ വലിയ രീതിയിൽ ഇത് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്രസിഡൻസ് റൂൾ പോലുള്ള കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാലും ഈ പറയുന്ന 5 വർഷത്തിന്റെ ഇടയ്ക്ക് പുതിയൊരു ഇലക്ഷൻ നടത്തേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഫ്രഷ് ആയിട്ട് 5 വർഷം അങ്ങനെയുള്ള അസംബ്ലീസിന് കിട്ടില്ല, റിമൈനിങ് ടെന്യൂർ മാത്രം കിട്ടുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാനാണ് ഇതിൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 324A എന്ന് പറയുന്ന പുതിയൊരു ആർട്ടിക്കിൾ ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന സൈമൾട്ടേനിയസ് ആയിട്ടുള്ള ലോക്കൽ ബോഡി ഇലക്ഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം പാർലമെന്റിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ 324A ആഡ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് പാർലമെന്റിന് അധികാരം കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം പഞ്ചായത്ത് രാജും ലോക്കൽ ബോഡീസും ഒക്കെ ബേസിക്കലി സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന സബ്ജക്റ്റുകളാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ പുതിയൊരു ആർട്ടിക്കിൾ ആഡ് ചെയ്യേണ്ടി വരുന്നത്. അതുമാത്രമല്ല, ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ചില അഡീഷണൽ പവേഴ്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയും ഇതാണ്
ഈ പറയുന്ന പുതിയ റിപ്പോർട്ടിനകത്ത് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിനകത്ത് പറയുന്ന മേജർ പ്രൊപ്പോസൽസ്. ഇനി ഈ പറയുന്ന സൈമൾട്ടേനിയസ് ഇലക്ഷൻസിന്റെ അഡ്വാൻറ്റേജസ്, എന്തുകൊണ്ട് നമുക്ക് സൈമൾട്ടേനിയസ് ഇലക്ഷൻ നടത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള മെറിറ്റ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, ഒന്ന്, ഇത് ഇലക്ഷൻ എക്സ്പെൻസസ് കുറക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എപ്പോഴും ഈ പറയുന്ന ഒന്നെങ്കിൽ ലോക്സഭാ ഇലക്ഷൻ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭാ ഇലക്ഷൻസ് ഒക്കെ എല്ലായ്പ്പോഴും നടക്കുന്നതുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് ഇലക്ഷൻ മിഷനറി അല്ലെങ്കിൽ ഇലക്ഷൻ മിഷനറി വർക്ക് ചെയ്യുന്ന സമയത്ത് അത് ഗവൺമെന്റിനും ഇലക്ഷൻ കമ്മീഷനും വലിയ രീതിയിലുള്ള ചെലവ് വരുത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുമിച്ച് അങ്ങ് നടത്തി കഴിഞ്ഞാൽ ആ ചെലവ് കുറക്കാൻ പറ്റും. 2, വോട്ടേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നമ്മൾ കേരളത്തിൻ്റെ ഒക്കെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ 2019 ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞു, 21 നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞു, 2021 സമയത്താണ് ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിയുന്നത്. ഇത് 3 ഇലക്ഷൻസ് 3 സമയത്താണ്. അപ്പോൾ ഈ ദൂര പ്രദേശങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവർ വോട്ട് ചെയ്യുന്ന സ്ഥലം ഒന്നായിരിക്കും, അവർ വർക്ക് ചെയ്യുന്ന ഒന്നായിരിക്കും. അപ്പോൾ 5 വർഷത്തിൽ 3 പ്രാവശ്യം വന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് വരേണ്ട അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അത് മാറ്റാൻ ഇത് സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ വോട്ട്, കാരണം 5 വർഷത്തിൽ ഒരിക്കൽ മാത്രം വോട്ട് ചെയ്താൽ മതി എന്നതുകൊണ്ട് തന്നെ വോട്ടേഴ്സ് പാർട്ടിസിപ്പേഷൻ വർദ്ധിക്കുമെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഈ ഫ്രീക്വന്റ് ആയിട്ട് ഇലക്ഷൻസ് നടക്കുന്നതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ഫോഴ്സസിനെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടി ഡിപ്ലോയ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് സെക്യൂരിറ്റി ഫോഴ്സസിന്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇലക്ഷൻ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യലല്ല, ഇപ്പോൾ ഈ ആന്റി നക്സൽ ഓപ്പറേഷൻസ് പോലുള്ള മറ്റുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ടാസ്കുകളുണ്ട്. അപ്പോൾ അത് നടത്താൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ ഈ ഒരു പ്രശ്നവും മാറിക്കിട്ടും. അതുപോലെ തന്നെ ഈ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇലക്ഷൻസ് നടക്കുന്ന സമയത്ത് നമ്മുടെ ഇലക്ഷൻസിൽ ഈ ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിലും ഈ കാസ്റ്റ്, റിലീജിയൻ, കമ്മ്യൂണലിസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇലക്ഷനിൽ എപ്പോഴും ചർച്ചയാവും. അത് രാഷ്ട്രീയ പാർട്ടികൾ മാക്സിമം മുതലെടുക്കാൻ നോക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എല്ലാ കാലത്തും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും അത് രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിനെയൊക്കെ നെഗറ്റീവ്ലി ബാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അത് കുറക്കാൻ പറ്റുമെന്ന് പറയാം. അതുപോലെ തന്നെ ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വരുന്ന സമയത്ത് അത് ഗവൺമെന്റിന് ഡെവലപ്മെന്റൽ പ്രോജക്റ്റുകൾ നടത്തുന്നതിനുള്ള ഗവൺമെന്റിന്റെ എബിലിറ്റിനെ വലിയ രീതിയിൽ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും മാറിക്കിട്ടും. കാരണം 5 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ MCC വരുള്ളൂ എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതിന്റെ ഡീമെറിറ്റ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് മേ ബി ഫെഡറൽ പ്രിൻസിപ്പിൾസിനെ വയലേറ്റ് ചെയ്യും എന്നുള്ളതാണ്. കാരണം ലോക്സഭയുടെ ടേമുമായിട്ട് കോർട്ടേർമിനസ് ആവുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന നിയമസഭകളുടെ ടേന്യൂർ കർട്ടൈൽ ചെയ്യുക എന്നാണ് ഇതിനകത്ത് പറയുന്ന ഒരു പ്രപ്പോസൽ എന്ന് പറയുന്നത്. അപ്പോൾ സംസ്ഥാനങ്ങൾ ഒരു തരം, ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അതും ജനങ്ങൾ ഇലക്ട് ചെയ്യുന്ന ബോഡിയാണ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസും ജനങ്ങൾ ഇലക്ട് ചെയ്യുന്ന ബോഡിയാണ്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ കേസിൽ സംസ്ഥാനങ്ങളൊരു സെക്കൻഡ് ക്ലാസ് എൻറ്റിറ്റീസ് ആയിട്ട് പരിഗണിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ വോട്ടിംഗ് പാറ്റേൺ അഫക്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഈ ഇന്ത്യയിലെ ജനങ്ങൾ ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻസിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻസിലും ലോക്സഭാ ഇലക്ഷൻസിലും വോട്ട് ചെയ്യുന്നത് ഒരേ രീതിയിലല്ല. ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻസ് ആകുമ്പോൾ അത് നാഷണൽ പാർട്ടീസിനാണ് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുക. അതുപോലെ തന്നെ നിയമസഭാ ഇലക്ഷൻസും ലോക്കൽ ബോഡി ഇലക്ഷൻസും ആണെങ്കിൽ റീജിയണൽ പാർട്ടീസിന് അവരുടേതായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ സൈമൾട്ടേനിയസ് ഇലക്ഷൻ നടക്കുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാഷണൽ ഇഷ്യൂസ് റീജിയണൽ ഇഷ്യൂസിനെ ഓവർഷാഡോ ചെയ്യണം, അല്ലെങ്കിൽ റീജിയണൽ പാർട്ടീസ് വലിയ ഇതിൽ ഇല്ലാതാവാനുള്ള ഒരു സാധ്യത ഉണ്ട്. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ലെവലിലേക്കുള്ള ഇലക്ഷൻ ഒരുമിച്ച് നടത്തുന്ന സമയത്ത് ഇത് മാസീവ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ മിഷനറി നമ്മൾ ബിൽഡ് ചെയ്യേണ്ട ആവശ്യം വരും. അത് വളരെയധികം ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ ഓവർ ബേർഡൻ ആയിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിനെ തന്നെ പാരലൈസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ റീജിയണൽ ഇഷ്യൂസ് ഓവർഷാഡോ ചെയ്യപ്പെടും. കാരണം നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന നാഷണൽ ഇഷ്യൂസ് ആണ് സംസ്ഥാന നിയമസഭാ ഇലക്ഷൻസിലും അതുപോലെ തന്നെ ലോക്കൽ ബോഡി ഇലക്ഷൻസിലും. നിയമസഭാ ഇലക്ഷൻസിൽ സ്റ്റേറ്റിൻ്റെ റീജിയണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും, ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ ആ ലോക്കൽ ഇഷ്യൂസ് ആയിരിക്കും ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ നമ്മൾ ഈ ഇലക്ഷൻസ് ഒരുമിച്ച് നടത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന നാഷണൽ പാർട്ടീസിന് കൂടുതൽ റിസോഴ്സസ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് പ്രചരണങ്ങൾ കൂടുതൽ ബെറ്റർ ആയിട്ട് നടത്താൻ പറ്റും. അപ്പോൾ റീജിയണൽ ഇഷ്യൂസ് ഓവർഷാഡോ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. റീജിയണൽ റെപ്രസെൻറ്റേഷൻ ഈ പറയുന്ന പാർലമെന്റിലും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലൊക്കെ റീജിയണൽ പാർട്ടീസിന്റെ ലോക്കൽ കമ്മ്യൂണിറ്റീസിന്റെ റെപ്രസെന്റേഷൻ കുറയാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ നെഗറ്റീവ് സൈഡ്സ് ആയിട്ട് അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി അത് മാത്രമല്ല, ഇത്തരത്തിലൊരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കുക. കാരണം ഇപ്പോൾ ഈ നാഷണൽ ഇലക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് 2018 വന്നിട്ടുണ്ടായിരുന്ന റിപ്പോർട്ടിന്റെ സമയത്ത് അത് പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ട് കൺസൾട്ടേഷൻ നടത്തിയ സമയത്ത് അതിന് കുറച്ചും കൂടി വൈഡർ ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ ഇപ്പോൾ ഈ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറയുന്ന ഫിഗേഴ്സ് അനുസരിച്ച് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളിൽ മിക്കതും ഈ 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ എതിർക്കുന്നവരാണ്. ഈവൻ നാഷണൽ പാർട്ടികൾ പോലും ഇപ്പോൾ ഈ ഗവൺമെന്റുമായിട്ട് അനുകൂലിച്ച് നിൽക്കുന്ന നാഷണൽ പാർട്ടികളാണ് കൂടുതലായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രാജ്യത്തിനകത്ത് വീണ്ടും ഡിവിഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കുക.